ഞാൻ വളരെയധികം പരിമിതി ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് അന്ന് പ്രൊഫസർ മുരളീധരൻ മാഷ് മരിച്ച ദിവസം അതിൻ്റെ അനുശോചന സമ്മേളനം ജില്ലാ അവിടെയും വിഷയം അവതരിപ്പിക്കുന്നില്ല തന്നെയാണ് ഒന്നും പറയാൻ സമയമില്ല. ഞാനിത് രാമകൃഷ്ണ മാഷ് പറഞ്ഞ പോലെ പറയാനല്ല ഞാൻ വന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ നടന്ന വഴികൾ എന്നുള്ളത് കേരള സമൂഹം നടന്ന വഴികൾ എന്നതായിരിക്കും എന്ന ധാരണയിലാണ് ഞാൻ ആ വിഷയത്തെ കണ്ടത്. സാഹിത്യ ചർച്ചയാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ നടന്ന വഴികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് നമ്മൾ നടക്കുന്ന വഴിയിൽ നമ്മുടെ സാഹിത്യം എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ചർച്ച ആയിരിക്കും നടക്കുക എന്ന രീതിയിലാണ് ഞാൻ കണ്ടത്. നമ്മുടെ കേരള സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് നവോത്ഥാനമാണ്. കേരളത്തെ കേരളമാക്കിയത് നവോത്ഥാനമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അപ്പോൾ നവോത്ഥാനം എന്നാൽ എന്താണ് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളുണ്ട്. എനിക്ക് നല്ല ഉത്തരമായി തോന്നിയത് മാനവികതയുടെ ജ്വലനമാണ് നവോത്ഥാനം എന്നാണ്. അപ്പോൾ നവോത്ഥാനത്തിന് മുമ്പുള്ള കാലഘട്ടം മാനവികത തളർന്നു കിടക്കുന്ന ജാതി കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ ആയിരുന്നു. അവിടെ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് നവോത്ഥാനം എന്ന് പറയുന്നത് ജാതി കേന്ദ്രീകൃത വ്യവസ്ഥയിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്കുള്ള മാറ്റം എന്ന് പറയാം. രണ്ട് തരത്തിൽ നവോത്ഥാനത്തെ കാണാം. ഇതാണ് നമ്മൾ നടന്ന വഴിയിലെ സുപ്രധാനമായ ഒരു സാംസ്കാരിക ചുവടുവെപ്പ്. അതിനുശേഷം നമ്മളെങ്ങനെ നടന്നു? പല രീതികളിൽ പറയാം. സാഹിത്യ വഴികളിലൂടെ വരുമ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ, അതായത് മാനവികതയുടെ ജ്വലനം എന്ന് നാം പറയുന്ന നവോത്ഥാനത്തിൻ്റെ ഭാവുകത്വം ഏറ്റെടുത്തുകൊണ്ടാണ് തുടർ സാഹിത്യം ഉണ്ടായത് എന്ന് ലളിതമായി സാഹിത്യ ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. നവോത്ഥാന ഭാവുകത്വം സാഹിത്യലോകം ഏറ്റെടുത്തോടെ മലയാളിയുടെ മനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. മാനവികത നിറഞ്ഞു നിൽക്കുന്ന സംസ്കാരമായി അത് അല്പം മാറി വരികയാണ്. അതിൽ പ്രധാനപ്പെട്ട പല സാഹിത്യ കൃതികളും പറയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയത് കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്നുള്ള ഒരു കവിത ആണ്. ഏറ്റവും വലിയ, അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാൽപ്പനിക ഉപയാര എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം കുമാരനാശാനാണ് എന്നാണ്. പലപ്പോഴും ചങ്ങമ്പുഴയാണ് ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഒരു സാഹിത്യ വിശകലനത്തിൽ വളരെ ആഴത്തിലുള്ള കാൽപ്പനിക ഭാവങ്ങളെ സമൂഹ മനസ്സിന് തുറന്നു കാണിച്ചു വന്നത് കുമാരനാശാനാണ്. അപ്പോൾ കുമാരനാശാൻ ഈ നവോത്ഥാന ഭാവുകത്വത്തെ ഏറ്റെടുത്തുകൊണ്ടാണ് ചണ്ടാല ഭിക്ഷുകി എഴുതിയത്. കാരണം ജാതി കേന്ദ്രീകൃതത്തിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതത്തിലേക്ക് മാറുമ്പോൾ ജാതി തിരിച്ചുള്ള ചിന്തയുള്ള സംസ്കാരം ഇല്ലാതാവണം. ചുരുക്കത്തിൽ മതനിരപേക്ഷ ഭാവം ഉണ്ടാവണം. ആ ഭാവം സമൂഹ മനസ്സിൽ ഉണ്ടാകാൻ, സാഹിത്യത്തിലൂടെ ഉണ്ടാവാൻ കുമാരനാശാൻ തിരഞ്ഞെടുത്ത ഒരു ഭാവമാണ് ദാഹം എന്ന്. ചണ്ടാല ഭിക്ഷുവിക്ക് എന്ത് ആശയമുള്ളത്? ദാഹമാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ആശയം കവി തിരഞ്ഞെടുത്തു? നവോത്ഥാന ഭാവുകത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ്. അങ്ങനെ ഒരു ഭാവം സമൂഹ മനസ്സിലെത്തിക്കുമ്പോൾ മനുഷ്യന് ജാതി ഭേദം ഇല്ലാതെ എല്ലാവർക്കുമുള്ള വളരെ മനോഹരമായ ഒരു ആശയമാണ് ദാഹം എന്ന് തിരിച്ചു. ജാതി തിരിച്ചല്ല ദാഹം, മതം തിരിച്ചല്ല ദാഹം, മനുഷ്യനെ മാത്രമല്ല ദാഹം, മൃഗങ്ങൾക്കുണ്ട്, ചെടികൾക്കുണ്ട്, സസ്യങ്ങൾക്കുണ്ട്, എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള. അപ്പോൾ ഒരു ആശയം, നവോത്ഥാന ഭാവുകത്വത്തിൻ്റെ ഒരു സാംസ്കാരിക രൂപം അല്ലെങ്കിൽ സാംസ്കാരിക ബിംബം എന്ന രീതിയിൽ
ആ ആശയം, ദാഹം എന്ന ആശയത്തെ കാണാൻ കഴിയും. അപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം നവോത്ഥാനത്തിന് ശേഷമുള്ള സാഹിത്യ രൂപങ്ങളിൽ മതനിരപേക്ഷ ആശയങ്ങൾ മനസ്സിൽ പകർത്തുവാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ്. അതുമാത്രമല്ല, സ്ത്രീയെപ്പോലും എങ്ങനെ കാണണം എന്ന് അന്നത്തെ ആ ഭാവകത്വത്തിലൂടെ ആശയം നൽകാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ജാതി ചോദിക്കുന്നില്ല ഞാൻ എന്ന് പറഞ്ഞ് ഇന്നത്തെ വാക്ക് നമുക്കെല്ലാം അറിയാം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജാതി ചോദിക്കുന്നില്ല, ഞാൻ ലക്ഷ്മിക്കുട്ടിയെന്നോ മേരിക്കുട്ടിയെന്നോ എല്ലാം പറഞ്ഞത് വാക്ക് സോദരി എന്നാണ്. അത് മനസ്സിലുണ്ടാക്കുന്ന ആ ചലനം, സാംസ്കാരിക ചലനം, നവോത്ഥാന ചിന്തയുടെ ചലനം വളരെ വളരെ പ്രധാനപ്പെട്ട എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. രണ്ട് വാക്കുകൾ അവിടെ നവോത്ഥാന ഭാവുകത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഉദാത്തമായ വാക്കുകളാണ്, ബിംബങ്ങളാണ്. ഒന്ന് ദാഹം, മതനിരപേക്ഷ ഭാവം. രണ്ട് സമത്വഭാവം ഉണ്ടാവണമെന്ന ചിന്തയിൽ പിന്നെ സോദരി എന്നത്. അങ്ങനെ ആ സാഹിത്യലോകം മുഴുവൻ ഈ നവോത്ഥാന ഭാവുകത്വം നിറഞ്ഞതാണ് എന്നിട്ടാണ്. അങ്ങനെ കേവലം നവോത്ഥാനം മതനിരപേക്ഷ ചിന്ത മാത്രമല്ല, സമത്വഭാവം, ചൂഷണം ആണ് നമ്മൾ നേരിടുന്നത്, ആ ചൂഷണത്തിനെതിരെയാണ് നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്ന് പോലും കാവ്യഭാവങ്ങളിലൂടെ കേരള സമൂഹത്തിന് നമ്മൾ നടന്നു വന്ന വഴിയിലൂടെ ലഭിച്ചതായിട്ട് നമുക്ക് കാണാം. അത് ഒരു ഉദാഹരണം, സമയമില്ല നമ്മോട് ഇരിപ്പിക്കുന്നില്ല, ചങ്ങമ്പുഴയുടെ വാഴക്കുല തന്നെയാണ്. ആ കവിത വായിച്ചു കാണാം. മലയപ്പുലയനാം മാടത്തിൽ മുറ്റത്ത് മഴ വന്നു നാളുകൾ വാഴ നട്ടു എന്നുള്ളത്. ആ വാഴ നടുമ്പോൾ വാഴ മലയപ്പുലയൻ്റെയാണ്. വാഴയിൽ ഉണ്ടാകാൻ പോകുന്ന കായയും മലയപ്പുലയൻ്റെയാണ്. മലയപ്പുലയൻ്റെ മക്കളുടെയാണ്, ഭാര്യയുടെയാണ്, ആ കുടുംബത്തിൻ്റെയാണ്. പക്ഷേ അവസാനം കവി എന്താണ് ചൂഷണമെന്ന വളരെ മൂർത്തമായി ദൃശ്യമായി കാണിച്ചു തരുന്നത് അത് വെട്ടി തമിഴ്നാട്ടിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അവിടെ നവോത്ഥാനത്തിന് ശേഷമുള്ള ആ ഭാവകത്വം, നവോത്ഥാന ഭാവകത്വം, അങ്ങനെ ചൂഷണം എന്താണ് എന്ന് മൂർത്തമായി സമൂഹത്തിന് കാണിച്ചു തരികയും ആ കവിതയിൽ അവസാനം ഇതിനൊക്കെ നിന്റെ പിൻതലമുറക്കാർ പകരം വീട്ടാതിരിക്കുമോ എന്ന് ചോദിക്കുന്നത് അല്പാൽപമായ ഒരു വിപ്ലവ ചിന്ത സമൂഹത്തിൽ ഉണ്ടാക്കാനും കൂടിയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നവോത്ഥാനത്തിന് ശേഷം ഉണ്ടായ വലിയ മാറ്റം നമ്മൾ നടന്ന വഴിയിൽ നിന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അവിടെ നിന്ന് പിന്നെ ഒരുപാട് പറയാനായിട്ട് കുഞ്ഞനമ്പേര് അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പിന്നീടാണ് 1950 നവോത്ഥാനത്തിന് ശേഷമുള്ള മറ്റേ ദേവപണിക്കരുടെ നേതൃത്വത്തിലുള്ള പുതിയ ഒരു ചിന്താശാഖ, കാവ്യശാഖയൊക്കെ ഉണർന്നത്. അവിടെ കാൽപ്പനികമായ കവിതകൾ മാത്രം പോരാ, പിന്നെ വൃത്തവും അലങ്കാരവും മാത്രം അടങ്ങിയ കവിതകൾ പോരാ, കുറെ കൂടി മറ്റേ നേരിട്ട് ആശയങ്ങൾ സംവദിക്കുന്ന, കാടവിട മക്കളെ എന്ന് ചോദിക്കുന്ന, മനസ്സുണർത്തുന്ന, കേവലാസ്വാദനത്തിനപ്പുറം മനസ്സിനെ ഉണർത്തിക്കൊണ്ട് പ്രകൃതിയെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കുന്ന മറ്റേ കവിതകൾ ഉണർന്നു വന്നത്. അങ്ങനെ അയ്യപ്പപ്പണിക്ക് ശേഷം ബാക്കിയുള്ള ആധുനിക കവികൾ മറ്റേ വേലുപള്ളി, കടമനിട്ട, അത്തരത്തിലുള്ള കവികളെല്ലാം പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ആധുനികതാ പ്രസ്ഥാനം വളർന്ന് ഒരു ഘട്ടം എത്തിയപ്പോൾ ഒരു വലിയ മാറ്റം നമ്മൾ നടന്നു വന്ന വഴികളിൽ കാണാം. അത് വേറൊന്നുമില്ല, നമ്മുടെ രാജ്യത്ത് കമ്പോളം എന്ന ആശയം മനുഷ്യനെ മനുഷ്യനായി കാണാതെ മനുഷ്യനെ ചരക്ക് മാത്രമായിട്ട് കാണുന്ന ഒരു വലിയ ആശയം വളർന്നു വരികയാണ്. ആ വളർച്ചയിൽ നമ്മുടെ നടന്നു വഴിയിൽ ഏറ്റവും അപകടകരമായ ഒരു ചിന്ത വളർന്നു വരുന്നത് എല്ലാം കമ്പോളമാണല്ലോ. ഈ നവോത്ഥാന ഭാവുകത്വത്തെ തളർത്തുന്നതാണ് ഈ കമ്പോള ഭാവുകത്വം എന്ന് തോന്നുന്നു. അപ്പോൾ പുതിയൊരു സംഘർഷം നമ്മൾ നടന്നു വന്ന വഴിയിൽ നാം കാണുന്നു. അത് നവോത്ഥാന ഭാവുകത്വവും, അതായത് മാനവികതയും കമ്പോളവും തമ്മിലുള്ള സംഘർഷമാണ്. വർത്തമാനകാല സാഹിത്യ അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം വർത്തമാനകാല സംഘർഷം മാനവികതയും കമ്പോളവും തമ്മിലുള്ള സംഘർഷമാണ്. ഇന്ന് സാഹിത്യ ലോകം ഈ ഒരു സംഘർഷത്തെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു.
റഫീഖ് ഒരു കൊച്ചു കവിതയിൽ അത് സൂചിപ്പിക്കുന്നു. നമ്മുടെ ഞാൻ ഏറ്റവും ജൈവ വൈവിധ്യം, എല്ലാ വൈവിധ്യവും ഇപ്പോൾ എല്ലാ വൈവിധ്യത്തെയും തകർത്ത് ഏകദാനമാക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങി എല്ലാം ഒന്നാക്കി മാറ്റണമെന്നുള്ള. വാസ്തവത്തിൽ ഇന്ത്യ എന്ന് പറയുന്നത് സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ്. ആവാസ വ്യവസ്ഥ എല്ലാ വൈവിധ്യവും ഏറ്റവും കൂടുതൽ ഇന്ത്യ. ഞാൻ ആദ്യം എഴുതിയ പുസ്തകം ജൈവരേഖ എന്ന് പറയുന്ന പുസ്തകമാണ്. ജൈവ വൈവിധ്യം ആണ് എല്ലാത്തിൻ്റെ അടിത്തറ എന്ന് പറയാൻ പറ്റുന്ന ഒരു പുസ്തകം എന്ന രീതിയിലാണ്. അങ്ങനെ ആ പറയുന്ന വൈവിധ്യം എല്ലാം ഇല്ലാതാവുന്ന ഒരു ഘട്ടത്തിൽ മത്സ്യങ്ങളെല്ലാം കൊണ്ടുപോകണം. ഈ കടലിലെ ഡീപ്പ് മൈനിങ് അതോടുകൂടി മത്സ്യങ്ങളെ കൊണ്ടുപോകുന്ന വിവരിക്കുന്നു റഫീഖ്. അങ്ങനെ മത്സ്യങ്ങൾ വൈവിധ്യം മുഴുവൻ നഷ്ടപ്പെടുന്നു, എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു എന്ന് കരുതി അങ്ങനെ നിൽക്കുമ്പോൾ കവിതയിൽ അവസാനം പറയുന്നത് കേട്ടിരിക്കുന്ന ആൾ സ്വത്വബോധത്തിൻ്റെ പ്രത്യേക തലത്തിൽ നിന്നുകൊണ്ട് ആ കവിതയിൽ അവസാനം പറയണത്, ഇതെല്ലാം നഷ്ടപ്പെട്ടോട്ടെ, എന്നാലും എൻ്റെ സ്വീകരണ മുറിയിലെ അക്വേറിയത്തിൽ സ്വർണ്ണ മത്സ്യങ്ങൾക്ക് സുഖമാണല്ലോ. ഇങ്ങനെ കവിത അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പോയിക്കോട്ടെ, എനിക്ക് എൻ്റെ കാര്യം മാത്രം ആണ് കവിത അവസാനിക്കുന്നത്. എന്ത് വഴി പോയിക്കോട്ടെ, അവസാനം എനിക്ക് എൻ്റെ സ്വർണ്ണ മത്സ്യങ്ങൾക്ക് സുഖമാണല്ലോ എന്ന് കവിത അവസാനിക്കും. ഇതാണ് വർത്തമാനകാല ക്രൈസിസ്. എല്ലാ ഭാവുകത്വവും മാനവികതയും നഷ്ടപ്പെടുമ്പോഴും എല്ലാ വൈവിധ്യവും നഷ്ടപ്പെടുമ്പോഴും എനിക്ക് എൻ്റെ കാര്യം മതി എന്ന ഭാവുകത്വം വളർന്നു വരികയാണ്. ഞാൻ പറഞ്ഞു എന്ന് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഒരു നവോത്ഥാനത്തിൻ്റെ ആവശ്യകതയുണ്ട്. അന്നത്തെ നവോത്ഥാനം ജാതി കേന്ദ്രീകൃതത്തിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതത്തിലേക്ക് ആയിരുന്നു എങ്കിൽ ഇന്ന് മനുഷ്യ കേന്ദ്രീകൃത വ്യവസ്ഥയിൽ നിന്നും കമ്പോള കേന്ദ്രീകൃത വ്യവസ്ഥയിലേക്ക് മാറുന്നതിനെ പ്രതിരോധിക്കുന്നതാകണം ഇന്നത്തെ നവോത്ഥാനം. അതായത് കമ്പോള കേന്ദ്രീകൃത സങ്കല്പങ്ങളിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃത സങ്കല്പത്തിൻ്റെ ഉണർവ് ഉണ്ടാക്കുന്ന സാഹിത്യ സൃഷ്ടികൾ ആണ് ഇന്ന് ആവശ്യം. അങ്ങനെ മാനവികതയെ തിരിച്ചെടുത്തില്ല എങ്കിൽ മനുഷ്യൻ എവിടെ എത്തും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണ്. അതിനെയാണ് ഞാനിവിടെ നവോത്ഥാനം അങ്ങനെ ഒരു പുസ്തകത്തിൽ പ്രധാനപ്പെട്ട ലേഖനവും ഞാൻ എഴുതിയിട്ടുണ്ട്, നവോത്ഥാനം എന്ന് പറയുന്നു. അതുകൊണ്ട് സാംസ്കാരിക ലോകം മുഴുവൻ ഈ ഒരു ആശയത്തിലേക്ക് കടന്നു വരികയും മാനവികതയെ പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.